ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അങ്കമാലിക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ് കൂർക്ക റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ, ഇല്ലത്തൊന്ന് പോരുകയും ചെയ്തു, അമ്മ തൊട്ടിട്ട് എത്തിയിട്ടുമില്ല. അവിടെയല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാ ഡിഷസും ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ, കോട്ടയത്തെയും ഇവിടത്തേതും. അത് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാതെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു തക്കാളി പഴുത്തവും ചേർത്ത് നമുക്കിത് സീറ്റ് അടുപ്പിച്ച് എടുക്കാം. ഒരു 1/4 ഭാഗം വേവാക്കി എടുക്കണം ബീഫിനെ. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 കിലോ കൂർക്കയാണ് ഞാൻ ചേർക്കുന്നത്. കൂർക്ക ഞാനിങ്ങനെ വട്ടം അരിയണ പോലെ അരിഞ്ഞേക്കണേ. നീളത്തിൽ അരിയുന്നതിലും കുറച്ചും കൂടെ നല്ലത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്കത് സീറ്റ് അടുപ്പിച്ച് വേവിച്ച് വെക്കാം. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം, പിന്നെ കറിവേപ്പില, ഒരു 10-12 കുഞ്ഞുള്ളി, ഒരു സവോള ഞാൻ എടുത്തിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. കണ്ടോ, ബീഫും കൂർക്കയും പരുവത്തിന് വെന്തിരിപ്പുണ്ട്. കൂർക്ക അധികം വെന്ത് പോയിട്ടൊന്നുമില്ല. നമ്മുടെ ഇതൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മീറ്റ് മസാല. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഈ കൂർക്കയും ബീഫും ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ കുറച്ചൊരു ഗ്രേവി പോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം, ഇല്ലേ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് സംഭവം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കണ്ടോ, ഞാനിത് കുറച്ചും കൂടെ ഫ്രൈ ആക്കി എടുക്കും. നമ്മളിനി ചൂടാക്കുമ്പോൾ അത് ഫ്രൈ ആയി കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.